കഴിഞ്ഞ 18 വർഷത്തിലധികമായി എന്നോടൊപ്പം ജീവിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ ഒരുപാട് ആളുകളോട് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ആർക്കും ഒരു ഉത്തരവും എനിക്ക് പറഞ്ഞു തരാൻ കഴിഞ്ഞിട്ടില്ല. ഉത്തരം പറഞ്ഞു തരാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഈ ചോദ്യം ഞാൻ ചോദിച്ചിട്ടുള്ളതിൽ നല്ലൊരു ശതമാനം ആളുകളും അവിശ്വാസികളായി മാറിയിട്ടുണ്ട്. ചിലരൊക്കെ വളരെ ബ്ലൈൻഡ് ആയിട്ടുള്ള വിശ്വാസികളായിരുന്നു. അവർ ഒരു ആവറേജ് വിശ്വാസികളായിട്ട് മാറി. ഒരു സാധാരണഗതിയുള്ള ഒരു വിശ്വാസി അവിശ്വാസിയായിട്ടും മാറിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണം എൻ്റെ വൈഫ് തന്നെയാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് അവൾ ഒരു കൃഷ്ണ വിഗ്രഹവുമായിട്ടൊക്കെയാണ് എൻ്റെ വീട്ടിലോട്ട് വരുന്നത്. അവളെ അവിശ്വാസിയാക്കണമെന്നൊന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷേ എന്നോട് എന്തുകൊണ്ടാണ് ഞാനൊരു അവിശ്വാസിയായെന്ന് ചോദിച്ചു. അപ്പോൾ അതിന് എനിക്ക് സ്വാഭാവികമായിട്ടും പറയാനുണ്ടായിരുന്നത് ഈ ചോദ്യമാണ്. ആർക്കും ഉത്തരം പറയാൻ സാധിക്കാത്ത ഒരു ചോദ്യം. ഈ ചോദ്യം ശരിക്കും അവളെ വേട്ടയാടിയിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ അവൾ പതിയെ അവിശ്വാസിയായി മാറി തുടങ്ങിയത്. ഇപ്പോൾ പൂർണ്ണമായിട്ടും അവിശ്വാസിയാണ്. ഈ ചോദ്യത്തിന് ശാസ്ത്രവുമായിട്ട് ഒരു ബന്ധവുമില്ല. ശാസ്ത്രത്തിന് ഒരിക്കലും, അല്ലെങ്കിൽ നിലവിലുള്ള ശാസ്ത്രത്തിന് ഒരിക്കലും ദൈവം ഉണ്ടെന്നോ അല്ലെങ്കിൽ ദൈവം ഇല്ലെന്നോ തെളിയിക്കാൻ സാധിക്കില്ല. നമ്മൾ എവല്യൂഷൻ തിയറിയെക്കുറിച്ചും അതുപോലെ ബിഗ് ബാങ് തിയറിയെക്കുറിച്ചും ഒക്കെ പറയാറുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ദൈവമില്ല എന്ന് പലരും പറയാൻ ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ ആ തിയറികൾ ഉപയോഗിച്ചിട്ട് ഒരിക്കലും ദൈവം ഇല്ലെന്ന് പറയാൻ സാധിക്കില്ല. ഞാനൊരു അവിശ്വാസിയാണ്. അപ്പോൾ ഞാൻ ഈ തിയറികളെ നോക്കി കാണുന്നത് ഒരു അവിശ്വാസിയുടെ കുപ്പായം അണിഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് ആ തിയറികൾ കാണാൻ സാധിക്കുന്നത് ദൈവമില്ല എന്നാണ്. എന്നാൽ ഒരു വിശ്വാസി നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ദൈവമുണ്ട് എന്നതിൻ്റെ പ്രൂഫും അവർക്ക് കണ്ടെത്താൻ സാധിക്കും. ഇനി ഒരു അവിശ്വാസിയുമല്ല വിശ്വാസിയുമല്ല ദൈവമുണ്ടോ ഇല്ലയോ എന്ന് അറിയാത്തൊരു വ്യക്തിയാണെങ്കിൽ അവർ നോക്കുമ്പോൾ അത്തരത്തിലുള്ള ഉത്തരങ്ങൾ അവർക്ക് കണ്ടെത്താനും സാധിക്കും. അതിനു മുൻപ് ഞാൻ ഈ ചോദ്യത്തിലേക്ക് കിടക്കാം. ഈ ഒരു ചോദ്യം അല്ലെങ്കിൽ ഈ ഒരു ചിന്ത. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബ്രിഗറ്റ് കേരള എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ. ഒരു ശാസ്ത്ര അധ്യാപകനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പല വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസാണ്. ശാസ്ത്രീയപരമായിട്ടുള്ള പല കാര്യങ്ങളും പഠിച്ച് കൃത്യമായിട്ട് അതിന്റെ റെഫറൻസ് സഹിതം വീഡിയോ ചെയ്യുന്ന ഒരാളാണ് ഇദ്ദേഹം. അപ്പം അതുകൊണ്ട് തന്നെ പല വീഡിയോസും നമ്മൾ കണ്ടിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഇദ്ദേഹത്തിന്റെ ചാനലിൽ ഈ അടുത്ത് എനിക്ക് തോന്നുന്നത് 2 ആഴ്ച മുമ്പാണെന്ന് നിങ്ങളുടെ ലാപ്ടോപ്പ് ചെറിയ പ്രശ്നം ഉണ്ടായിട്ട് അത് നന്നാക്കി കൊടുത്തത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിന് ഒരു മറുപടി പറയാൻ കുറച്ച് വൈകിപ്പോയി. അതിനു മുമ്പ് തന്നെ റഫീഖ് സലഫി എന്ന് അദ്ദേഹം ചെയ്തിരുന്നു. അതേപോലെ തന്നെ UA ടീം ഒരു മറുപടി 2 മറുപടിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന് മറുപടിയായിട്ട് ഇദ്ദേഹം ചെയ്ത വീഡിയോസും ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു 5-6 വീഡിയോ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ വിഷയത്തിലേക്ക് തന്നെ ഇദ്ദേഹത്തിന്റെ ഈ ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത് സംതൃപ്തനല്ല ഈ മറുപടികൾ എന്നുള്ള രീതിയിലാണ്. ഇൻഷാ അല്ലാഹ് നമുക്കൊന്നും ഈ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു വിശ്വാസി എന്ന ഒരു വിശ്വാസിക്ക് ഉത്തരവില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു മുസ്ലിമാണ്. എന്റെ വിശ്വാസം അനുസരിച്ച് ഈ വിഷയത്തിൽ എന്താണ് മറുപടി എന്നുള്ളത് നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. എന്തായാലും ഇദ്ദേഹം പറയുന്നത് ഒരു കാര്യത്തിൽ ശരിയാണ്. കാരണം ശാസ്ത്രം വെച്ചുകൊണ്ട് ദൈവം ഇല്ല എന്ന് പറയാൻ ഒരിക്കലും പ്രൂവ് ചെയ്യാൻ ഒരിക്കലും എന്ത് ചെയ്യാൻ ശാസ്ത്രത്തിന് കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ശരിയാണ്. കാരണം അതുകൊണ്ടാണ് ഈ യുക്തിവാദികളായിട്ടുള്ള പല ആളുകളും ആ രീതിയിൽ പരിണാമ സിദ്ധാന്തവും മറ്റൊക്കെ കൊണ്ടുവന്നെങ്കിൽ പോലും ഒരിക്കലും അത് വെച്ചിട്ടും ഒരിക്കലും ദൈവമില്ല എന്ന് ഇവർക്ക് ആർക്കും തെളിയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ അത് തെളിയിക്കാതെ ഇല്ല എന്ന വാദം ഒരിക്കലും അതൊരു പ്രസക്തമല്ല എന്നുള്ളത്. അപ്പം അവിടെയും ഈ വിശ്വാസികളുടെ വാദമാണ് ശരിയായിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന്റെ ചോദ്യം എന്താണ് എന്ന് കേൾക്കാം. എന്തായാലും പലരും അവിശ്വാസികളായിട്ടുണ്ട്. ഇദ്ദേഹവും അവിശ്വാസിയായതും ഒരു കാരണം കൊണ്ടാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് അതിന്റെ ഒരു വിശദമായ മറുപടിയിലേക്ക് കടക്കാം. എന്തായാലും എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചോദ്യത്തിലേക്ക് ആദ്യം കടക്കാം. ഉറപ്പായിട്ടും ഞാനൊരു വിശ്വാസിയായിട്ട് തന്നെ തുടർന്ന് പോയേനെ. ഈ ചോദ്യമൊക്കെ ഉണ്ടായതിനു ശേഷമാണ് ഞാൻ ശരിക്കും ശാസ്ത്ര ലോകത്തേക്ക് എത്തപ്പെടുന്നത്. ഒരു ശാസ്ത്ര അധ്യാപകനായിട്ട് ജോയിൻ ചെയ്യുന്നതും അതിന് ശേഷമാണ്. പിന്നീട് ആസ്ട്രോഫിസിക്സിൽ PhD ചെയ്യുന്നതും ആസ്ട്രോഫിസിസ്റ്റ് ആകുന്നതും ഒരു സയൻസ് കമ്മ്യൂണിക്കേറ്റർ അല്ലെങ്കിൽ സയൻസുമായി ബന്ധപ്പെട്ട് വീഡിയോ ലൈംഗികമായിട്ട് പീഡിപ്പിക്കുന്നതാണ്. ഒരു വിശ്വാസിയായ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്തുകൊണ്ടാണ് ദൈവം ഈ കാര്യങ്ങളൊന്നും തടയാത്തതെന്നായിരുന്നു. എൻ്റെ പ്രിൻസിപ്പൽ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഡെഫിനിഷൻ, ദൈവത്തിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് ദൈവം സകലതും കാണുന്നുണ്ട്, എല്ലായിടത്തുമുണ്ട്, സർവ്വശക്തനാണ്. അതായത് എവിടെ വേണമെങ്കിലും ഇടപെടാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ്. ദൈവമാണ് തീരുമാനിക്കുന്നത് ഇവിടെ എന്തൊക്കെ നടക്കണമെന്ന്. ആ ദൈവം ഈ പീഡനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ബാലപീഡനങ്ങളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യരുണ്ടായ കാലഘട്ടം മുതൽ തന്നെ നടക്കുന്നത്. ജാപ്പനീസ് ചരിത്രമൊക്കെ അല്ലെങ്കിൽ 2ാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ജാപ്പനീസ് നരനായാട്ടുകൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ മൃഗീയമായിട്ടുള്ള പീഡനങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. എന്തായാലും ഇദ്ദേഹത്തിന്റെ ചോദ്യം പ്രസക്തമാണ്. പല വിശ്വാസികൾക്കും ചിലപ്പോൾ ഈ ചോദ്യം ഒരു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ചോദ്യമായതുകൊണ്ട്, ഇമോഷണൽ ആയിട്ടുള്ള ചോദ്യമായതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായിട്ടുള്ള ഉത്തരം എന്താണ്, എന്തുകൊണ്ടായിരിക്കും ദൈവം കാരുണ്യവാനാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ക്രൂരമായ പല കാര്യങ്ങളും, ഇതടക്കമുള്ള പല കാര്യങ്ങളും, അതിൽ ഏറ്റവും ഒരു മനുഷ്യന് ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ കാര്യമാണ് കുട്ടികളെ പീഡിപ്പിക്കുക. ചെറിയ കുട്ടികൾ 1 മാസം മുതലുള്ള, ഇദ്ദേഹം പറയുന്നുണ്ട് 1 മാസം മുതലുള്ള
പല കുട്ടികളെയും പീഡിപ്പിച്ചതായിട്ടുള്ള പല സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഇദ്ദേഹം പറയുന്നത്. പക്ഷെ നമുക്കറിയാം മറ്റ് പല ജീവികളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയില്ല. ചെറിയ പ്രസവിച്ച പാടുള്ള കുട്ടികൾ അല്ലെങ്കിൽ കുറച്ചുകൂടി വലുപ്പമുള്ള അങ്ങനെയുള്ള മൃഗങ്ങളോ മറ്റു ജീവികളോ ഒന്നും അതിനു പറ്റും ഇങ്ങനെ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. പക്ഷെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളതും അതേപോലെ തന്നെ എന്തുകൊണ്ട് ദൈവം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്നുള്ളതുമാണ് ഇദ്ദേഹത്തിന്റെ പ്രസക്തമായ ചോദ്യം. ഇൻഷാ അള്ളാഹ് മറുപടിയിലേക്ക് കിടക്കും. ഞാൻ എല്ലാവർക്കും അറിയാം, ഞാനൊരു വിശ്വാസിയാണ്. അതും ഇസ്ലാം മതം ആണ് ഞാൻ ഫോളോ ചെയ്യുന്നത്, പ്രാക്ടീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇതിൽ നിന്നുകൊണ്ട്, ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടായിരിക്കും എന്റെ മറുപടി. ഇൻഷാ അള്ളാഹ് നമുക്ക് എന്തായാലും മറുപടിയിലേക്ക് കടക്കാം. അപ്പം ആദ്യമായിട്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ടി ഒന്നാമത്തെ കാര്യം ഇദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ളത്, ദൈവമുണ്ട് ഇല്ല എന്ന വിശ്വാസത്തിലേക്ക് ഒരിക്കലും താങ്കൾ പറഞ്ഞ ഈ ചോദ്യത്തിൽ പ്രസക്തി ഇല്ല എന്നുള്ളതാണ്. കാരണം ദൈവം ഇങ്ങനെ തടയുന്നില്ല എന്നുള്ളത് കൊണ്ട് താങ്കൾക്ക് വേണമെങ്കിൽ പറയാം ദൈവം കാരുണ്യവാനല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒരിക്കലും ദൈവമില്ല എന്ന ഒരു നിരീശ്വരവാദത്തിലേക്ക് ഒരിക്കലും ഈ ഒരു ചോദ്യം എത്തിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റു പല കാരണങ്ങളായിരിക്കാം എനിക്ക് തോന്നുന്നു. എന്തായാലും അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ് ഇതിൽ അദ്ദേഹം തന്നെ പറയുകയുണ്ടായി. ഈ സയൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഭൗതിക ശാസ്ത്രം വെച്ചിട്ട് ഒരിക്കലും ദൈവമില്ല എന്ന് തെളിയിക്കാൻ കഴിയില്ല എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇതിലേക്കുള്ള മറുപടിയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമുക്ക് ഒരു ക്ലാസ് റൂമിലേക്ക് പോകാം. ഒരു ക്ലാസ് റൂമിൽ ഒരു ടീച്ചർ, ഒരു അധ്യാപകനുണ്ട്. അധ്യാപകൻ കുട്ടികൾക്ക് ഒരു പെന്നും അതേപോലെ തന്നെ കുറച്ച് പേപ്പറും കൊടുത്തു. എന്നിട്ട് കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ പെന്നും പേപ്പറും ഉപയോഗിച്ചുകൊണ്ട് എന്തും ചെയ്യാം എന്ന് ഒരു അനുവാദം കൊടുക്കുകയാണ്. അപ്പം നമ്മൾ പറഞ്ഞു വെക്കുന്നത് എന്താ വെച്ചാൽ, ഇവിടെ ഒരിക്കലും ദൈവത്തെ ഒരു മാഷിനോട് ഉപമിച്ചുകൊണ്ട് പറയുകയല്ല, കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ കാര്യം പറയുന്നതെന്ന് മാത്രം മനസ്സിലാക്കുക. ഒരിക്കലും ദൈവത്തെ ഒരിക്കലും ഒരു ക്ലാസ് ടീച്ചറോടോ മറ്റ് ഒന്നിനോടും തുല്യപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ദൈവം നേരത്തെ അദ്ദേഹം പറഞ്ഞ ഒരു സിഫത്തുണ്ട്, ദൈവം എല്ലായിടത്തും ഉണ്ട്. ആ ഒരു വിശ്വാസവും ഞങ്ങൾക്കില്ല. ദൈവം എല്ലാം അറിയുന്നവനാണ് എന്ന വിശ്വാസമാണ് നമ്മുടെ അടുത്തുള്ള. അല്ലാതെ ദൈവം ഇവിടെ ഉണ്ട് അവിടെ ഉണ്ട് അങ്ങനൊന്നും നമ്മളുടെ വിശ്വാസത്തിൽ പെട്ടതല്ല. അത് എനിക്ക് തോന്നുന്നത് ഹിന്ദുമതമായിട്ട് ബന്ധപ്പെട്ട വിശ്വാസമാണ് എന്ന്. എന്തായാലും നമുക്ക് ഇതിലേക്ക് കടക്കാം. അങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു പേനയും പേപ്പറും കൊടുത്തുകൊണ്ട് അധ്യാപകന് കുറച്ച് സമയത്തേക്ക് പറയാണ്, നിങ്ങൾ ഈ ഒരു 10-15 മിനിറ്റിലേക്ക് നിങ്ങൾ ഇഷ്ടമുള്ളത് ഇതിൽ ഈ ഒരു പെന്നും പേപ്പറും ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം എന്ന് ഒരു അനുവാദം കൊടുക്കും. ഞാൻ ഇടപെടില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം അനുവാദം കൊടുക്കും. അത് മാത്രമല്ല അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തു, ഒരിക്കലും ഇത് വെച്ചിട്ട് ചീത്ത പ്രവർത്തികൾ ചെയ്യരുത്. കാരണം കുത്തിവരകൾ ഇടുക, അതുപോലെ അടുത്തുള്ള കുട്ടിയെ വേദനിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ശിക്ഷിക്കുന്നതാണ് ഈ 15 മിനിറ്റിന് ശേഷം എന്നും പറഞ്ഞു. അങ്ങനെ ഈ കുട്ടികൾ എന്ത് ചെയ്യാണ്, കുറച്ച് കുട്ടികൾ ഈ ഇൻസ്ട്രക്ഷൻ പ്രകാരം എഴുതുന്നു, നല്ല രീതിയിൽ ചില ചിത്രങ്ങൾ വരയ്ക്കുന്നു, ചില എഴുത്തുകൾ എഴുതുന്നു, ചില കഥകൾ എഴുതുന്നു. അടുത്തുള്ള ചില കുട്ടികൾ എന്ത് ചെയ്യുന്നു, ഈ പേന ഉപയോഗിച്ചിട്ട് അടുത്തുള്ള കുട്ടിയുടെ ബുക്കിൽ വരയിടുന്നു, കുത്തിവരകൾ ഇടുന്നു. അതുപോലെ തന്നെ ചില കുട്ടികൾ ഈ പേന ഉപയോഗിച്ച് അടുത്തുള്ള കുട്ടിയെ കുത്തി വേദനിപ്പിക്കുന്നു, മുറിവുണ്ടാക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ആള് ഈ സംഭവം നടക്കുന്ന ഈ കുത്തിവര ഇടുമ്പോഴും അതുപോലെ തന്നെ ഈ അടുത്തുള്ള കുട്ടിയെ കുത്തി വേദനിപ്പിക്കാൻ മുറിവുണ്ടാക്കുമ്പോഴൊക്കെ ഈ സ്മാഷ് ഇതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ എന്താവും? മാഷ് നീതിമാനല്ലാതാവും. അപ്പം ഈ കുട്ടിക്ക് ചോദിക്കാൻ കഴിയും, മാഷല്ലേ പറഞ്ഞത് 15 മിനിറ്റ് വരെ സമയമുണ്ട്, ആ സമയങ്ങളിൽ എന്തു ചെയ്യാമെന്നുള്ളത് ഞങ്ങൾക്ക് അനുവാദം തന്നതാണല്ലോ, അതിനുശേഷമാണല്ലോ ശിക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത്, ദൈവം എന്നുള്ളത് കാരുണ്യവാൻ എന്ന ഒരു സിഫത്ത് അല്ലെങ്കിൽ ആ ഒരു ഇത് മാത്രമല്ല ദൈവത്തിനുള്ളത്. ദൈവത്തിന് വേറെയും ഒരുപാട് സിഫത്തുകളുണ്ട്, ഗുണവിശേഷങ്ങളുണ്ട്. നീതിമാനാണ്, അതേപോലെ തന്നെ കാരുണ്യവാനാണ്, അങ്ങനെയുള്ള ഒരുപാട് സിഫത്തുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇവിടെ ദൈവം ഇങ്ങനെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർക്ക് ഒരുപാട് കാര്യങ്ങൾ ദൈവം ചെയ്തു തന്നിട്ടുണ്ട്. കാരുണ്യവാനായതുകൊണ്ട് തന്നെ നമുക്ക് ശ്വസിക്കാനുള്ള വായു, ജീവിക്കാൻ ഉതകുന്ന ഭൂമി, വെള്ളം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പൊ ഇതിനോടൊക്കെ എന്ത് ചെയ്യണം? നന്ദി കാണിക്കണം എന്ന് മാത്രമാണ് ദൈവം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളത് നമുക്ക് സെൽഫ് എവിഡൻസ് ആയിട്ടുള്ള ഒരു
സെൽഫ് എവിഡൻസ് ട്രൂത്ത് ആണ്. അപ്പൊ ഒരു ചെറിയ കുട്ടിയോട് നമ്മൾ ഒരു ഒരു പെട്ടെന്ന് ഒരു പടക്കം പൊട്ടുന്നത് കണ്ട കുട്ടി തിരിഞ്ഞു നോക്കും. കാരണം എന്താ, അത് എന്തോ ഒന്ന് പൊട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു ശബ്ദം എവിടെ നിന്നോ എന്തോ ഒരു കാരണത്താൽ വന്നിട്ടുണ്ട് എന്നതാണ്. അപ്പം ചെറിയ കുട്ടികളടക്കമുള്ള ഒരു ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്നിന്റെ പിറകിൽ ഒന്നും ഉണ്ടാകുമെന്ന ഒരു ഇത് എല്ലാവരുടെയും ചിന്തയിലുണ്ട് എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ കുട്ടികളും ജനിക്കുന്നത് ഫിത്രത്തെ പോലെ ഒരു ശുദ്ധ പ്രകൃതിയിലാണ്, ദൈവവിശ്വാസിയായിക്കൊണ്ടാണ് എന്നുള്ളതാണ്. പിന്നീട് അവരുടെ മാതാപിതാക്കളും സമൂഹവുമാണ് അവരെ പല മതത്തിലേക്കും പല വിശ്വാസങ്ങളിലേക്കും എത്തിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ദൈവം ഇവിടെ എല്ലാവർക്കും ഫ്രീ വിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ നല്ലവരായിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ അധമരായിട്ട് ജീവിക്കാം. എന്തൊക്കെയാണ് അധാർമികത, എന്തൊക്കെയാണ് ചീത്ത നല്ല പ്രവർത്തനങ്ങളും എന്നും ദൈവം കൃത്യമായിട്ട് അറിയിച്ചു കൊടുക്കാനാണ് പ്രവാചകന്മാരെ അവൻ നിയോഗിച്ചിട്ടുള്ളത്. അതിലെ അവസാന വേദഗ്രന്ഥമാണ് ഖുർആൻ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാൻ പോകുന്നത്. ഇൻഷാ അള്ളാ കൃത്യമായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കേൾക്കണം. അപ്പൊ നമ്മൾ മറുപടിയിലേക്ക് എടുക്കുക. അപ്പൊ ഇദ്ദേഹം ചോദിച്ച ചോദ്യത്തിൽ ദൈവം ഇങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ എന്താകും? നേരത്തെ പറഞ്ഞ കാരുണ്യവാനാവും, മറ്റേന്താവും, നീതിവാൻ അല്ലാതാവും ചെയ്യും. അപ്പൊ നമുക്ക് കൃത്യമായി പൂർണ്ണ സ്വാതന്ത്ര്യം തരുന്ന സ്ഥലത്ത് പിന്നീട് ദൈവം ഒരിക്കലും ആ സമയങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ഇറക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ട് ഖുർആൻ സൂറത്തുൽ കഹ്ഫിലെ 6 മുതലുള്ള വചനങ്ങൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, അതായത് 18-ാമത്തെ അധ്യായത്തിൽ 66 മുതലുള്ള വചനങ്ങളിൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒരു മറ്റൊരു പ്രവാചകന്റെ അടുത്ത് പോവുകയും അദ്ദേഹത്തിന്റെ കൂടെ കുറച്ചു കാലം കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടി, കുറച്ച് അറിവ് കിട്ടാൻ വേണ്ടിയിട്ട് ചെല്ലുകയും ചെയ്യുന്നു. അങ്ങനെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മൂസ നബി അദ്ദേഹത്തിനോട് പറഞ്ഞു, താങ്കൾക്ക് പഠിപ്പിക്കപ്പെട്ട സന്മാർഗ ജ്ഞാനത്തിൽ നിന്ന് എനിക്ക് താങ്കൾ പഠിപ്പിച്ചു തരുന്നതിനായി ഞാൻ താങ്കളെ അനുഗമിക്കട്ടെ, താങ്കളുടെ കൂടെ കൂടട്ടെ. അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും താങ്കൾക്ക് എന്റെ കൂടെ ക്ഷമിച്ചു കഴിയാൻ സാധിക്കുകയില്ല. അദ്ദേഹം പറയാം, താങ്കൾ സൂക്ഷ്മമായി അറിഞ്ഞിട്ടില്ലാത്ത ഒരു വിഷയത്തിൽ താങ്കൾക്ക് എങ്ങനെ ക്ഷമിക്കാനാകും? അതായത് സൂക്ഷ്മമായിട്ട് ഒരു കാര്യം അറിയാതെ നമുക്ക് തോന്നും പലതും എന്താണ് അത് തെറ്റാണെന്നും അല്ലെങ്കിൽ അത് വളരെ ക്രൂരമാണെന്നും ഒക്കെ നമുക്ക് തോന്നിയേക്കാം. അദ്ദേഹം പറഞ്ഞു, അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം ക്ഷമയുള്ളവനായി, അതായത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയാൻ, അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം ഇൻഷാല്ലാ ഞാൻ ക്ഷമയുള്ളവനായി താങ്കൾക്ക് എന്നെ കണ്ടെത്തുന്നതാണ്, ഞാൻ താങ്കളുടെ ഒരു കൽപ്പനയും എതിർ പ്രവർത്തിക്കില്ല. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, എന്നാൽ താങ്കൾ എന്നെ അനുഭവിക്കുന്ന പക്ഷം യാതൊരു കാര്യത്തെ പറ്റിയും താങ്കൾ എന്നോട് ചോദിക്കരുത്. എന്തെങ്കിലും ഒരു പ്രവർത്തനം ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യരുത്, എന്നോട് ചോദിക്കരുത്. അതിനെപ്പറ്റിയുള്ള വിവരം ഞാൻ തന്നെ താങ്കൾക്ക് പറഞ്ഞു തരുന്നത് വരെ ഞാൻ തന്നെ പറഞ്ഞു തരും. തുടർന്ന് അവർ രണ്ടുപേരും ഒരു കപ്പലിൽ കയറിയപ്പോൾ അദ്ദേഹം അത് ഓട്ട ഉണ്ടാക്കി കൊടുക്കും. അതൊരു കപ്പൽ കണ്ടപ്പോൾ ആ കപ്പലിൽ കയറിയിട്ട് എന്ത് ചെയ്തു, ഒരു ഓട്ട ഇട്ടു. അപ്പൊ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, അതിലുള്ളവരെ മുക്കിക്കളയാൻ വേണ്ടി താങ്കൾ ഓട്ടയിട്ടിരിക്കുകയാണോ? തീർച്ചയായും ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ് താങ്കൾ ചെയ്തത്. ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ് താങ്കൾ ചെയ്തത്. കാരണം ഒരു കപ്പലിന് പോയിട്ട് ഒരു ഓട്ടയിടുക, ഒരു പാവപ്പെട്ട ടീമിന്റെ കപ്പലായിരിക്കും, അതുകൊണ്ട് തന്നെ അത് ഓട്ടയിടുകയാണോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും താങ്കൾക്ക് എന്റെ കൂടെ ക്ഷമിച്ചു കഴിയാൻ സാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പൊ ഇതിപ്പോ ഈ ഒരു സംഭവം ഈ ഇദ്ദേഹത്തിനോട് ചോദിക്കാണ്. ഇദ്ദേഹവും ഒരാളും കൂടി പോകുന്ന സമയത്ത് ഇതേപോലെ ഒരു കപ്പലിനോ അല്ലെങ്കിൽ ഏതൊരു വാഹനത്തിനോ ഇങ്ങനെ കേടുപാട് ഉണ്ടാക്കുന്ന ഒരു ആളെ കണ്ടു കഴിഞ്ഞാൽ ഇദ്ദേഹം എന്താ ചെയ്യാം? എന്ത് പരിപാടി നിങ്ങൾ ചെയ്യുന്നത്, ഇത് ഇങ്ങനെ കേടാക്കുകയാണോ എന്ന് ഇദ്ദേഹം ചോദിക്കും എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആദ്യം പറഞ്ഞിട്ടില്ലേ, ഞാൻ തന്നെ താങ്കൾക്ക് പറഞ്ഞു തരും ഇതിന്റെ വിശദീകരണം. അങ്ങനെ വീണ്ടും മുന്നോട്ട് പോകണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞു പോയതിന് താങ്കൾ എന്നെ പേര് നടപടി എടുക്കരുത്, എന്റെ കാര്യത്തിൽ വിഷമകരമായ കാര്യങ്ങൾ താങ്കളെ എന്നെ ചെയ്യാൻ നിർബന്ധിക്കുകയും ചെയ്യരുത് എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. അനന്തരം അവർ ഇരുവരും പോയി. അവരിരുവരും എന്ത് ചെയ്യും, വീണ്ടും നടന്നു. അങ്ങനെ ഒരു ബാലനെ അവർ കണ്ടുമുട്ടി, ഒരു കുട്ടിയെ അവർ കണ്ടു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, കൂടെ ഉണ്ടായിരുന്ന പ്രവാചകൻ ആ കുട്ടിയെ കൊന്നു കളഞ്ഞു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, നിർദോഷിയായ ഒരാളെ മറ്റൊരാൾക്ക് പകരമായിട്ട് അല്ലാതെ താങ്കൾ കൊന്നുപോകും. തീർച്ചയായും നിഷിദ്ധമായ ഒരു കാര്യം തന്നെയാണ് താങ്കൾ ചെയ്തിട്ടുള്ളത്. എന്ത് കാര്യമാണ് നിങ്ങൾ ചെയ്തിട്ട്? ഒരു കുട്ടിയെ കൊല്ലുകയാണോ എന്ന് ചോദിക്കാണ്. അപ്പം വീണ്ടും ഈ കൊന്ന ആള് പറയാണ്, ഞാൻ പറഞ്ഞു, തീർച്ചയായും താങ്കൾക്ക് എന്റെ കൂടെ ക്ഷമിച്ച് കഴിയുവാൻ സാധിക്കുകയില്ല എന്ന് ഞാൻ താങ്കളോട് പറഞ്ഞിട്ടില്ലേ? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇതിനുശേഷം വല്ലതും ഇതേപോലെ ഉണ്ടാവുകയാണെങ്കിൽ താങ്കൾ എന്നെ കൂട്ടേണ്ടതില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ സംഭവം മുന്നോട്ട് പോവാണ്.
അതിനുശേഷം അടുത്തതായിട്ട് ഒരു പാ ഒരു രാജ്യത്തേക്ക് ഇവര് വരും. അവിടെ എന്താകുന്നു, അവിടെ ഇവര് കയറി ചെല്ലുന്ന സമയത്ത് ഇവരെ ആദരിക്കുക അല്ലെങ്കിൽ സ്വീകരിക്കുക അല്ലെങ്കിൽ അതിഥി സൽക്കാരം ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അവിടെ ഒരു പൊളിഞ്ഞു വീഴാൻ കിടക്കുന്ന ഒരു മതിൽ എന്ത് ചെയ്യും, ഇദ്ദേഹം ശരിയാക്കി കൊടുക്കുന്നു. ഇവരെല്ലാവരും കൂടി ശരിയാക്കി കൊടുക്കും. അങ്ങനെ ഇവർ തിരിച്ചു പോകുന്ന സമയത്ത് വീണ്ടും ഈ പ്രവാചകൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്യുന്നു, ഇദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, താങ്കൾക്ക് ഇതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു കുറച്ച് പൈസ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വാങ്ങാമായിരുന്നു. കാരണം ഇവർ ചെന്ന സമയത്ത് ഇവർക്ക് ഭക്ഷണമോ വെള്ളമോ ഒന്നും കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ആ രാജ്യക്കാർ. അതുകൊണ്ട് തന്നെ ആ രാജ്യത്തുള്ള ഏതെങ്കിലും ഒരു വീട്ടിൽ ഇങ്ങനെ ഒരു സാധനം ചെയ്ത് കൊടുത്തതിന്റെ പേരിൽ എന്തെങ്കിലും വാങ്ങാമായിരുന്നു എന്നാണ് മൂസ ചോദിച്ചത്. അപ്പോൾ തന്നെ ഇദ്ദേഹം പറഞ്ഞു, ഇല്ല, കഴിഞ്ഞു, നമ്മൾ തമ്മിലുള്ള സഹവാസം ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല, ഇതോടുകൂടെ നമ്മൾ തമ്മിലുള്ള വേർപാടാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ ഈ 3 സംഭവം നമുക്കെടുക്കും. ഒന്നാമത്തത് ഒരു കപ്പലിന് ഓട്ടയിട്ടു. ശരിയായ കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമതായിട്ട് ഒരു പാവപ്പെട്ട ഒരു ചെറിയ കുട്ടിയെ വധിച്ചു. അതും നല്ല കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മൂന്നാമതായിട്ട് ഇങ്ങനെ ഒരു സംഭവം, ഇത് ചിലപ്പം നിങ്ങൾക്ക് ഒരു എന്താ പറയാ സഹാനുഭൂതി ആയതുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് തന്നെ വെക്കാം നമുക്ക്. അങ്ങനെ ഈ 3 കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ കാര്യം തെറ്റാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ ഇത് ഒരു വിധിയെ തുറന്നു കാണിക്കുന്ന സംഭവമായിട്ട് കാണാൻ കഴിയും. അപ്പൊ ഇതിന്റെ വിശദീകരണം ആര് പറഞ്ഞു കൊടുക്കാണ്? ഈ ചെയ്ത ആള് പറഞ്ഞു കൊടുക്കുക. എന്നാൽ ആ കപ്പൽ കടലിൽ ജോലി ചെയ്യുന്ന ഏതാനും ദരിദ്രന്മാരുടെ ആയിരുന്നു. അതിനാൽ അതിന് കേടുവരുത്തണമെന്ന് ഞാൻ ഉദ്ദേശിച്ചു. അവരുടെ പുറകെ എല്ലാ കപ്പലുകളും ബലമായി പിടിച്ചെടുക്കുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. അതായത് ഈ കപ്പൽ എന്തിനാണ് ഓട്ടിട്ടത്? ഈ ദരിദ്രന്മാരായിട്ടുള്ള കുറച്ച് ആളുകൾ വാങ്ങിയിട്ട ഒരു കപ്പലാണ്. ഈ കപ്പലുമായിട്ട് ഇവര് പോവുകയാണെങ്കിൽ ഈ സമയത്ത് ആ സമയത്ത് അവിടെ എത്തുന്ന സമയത്ത് എന്താകും, ഈ കപ്പൽ പിടിച്ചെടുക്കുന്ന ഒരു രാജാവുണ്ട് അവിടെ. അപ്പൊ ഇവരെന്ത് ചെയ്യും, ഇവര് ഈ കൊള്ളയടിക്കും. അങ്ങനെ ഈ പാവപ്പെട്ട മനുഷ്യന്മാരെ കൊല്ലുകയും അങ്ങനെയുള്ള ക്രൂരമായ പ്രവൃത്തിയായിരിക്കും പിന്നീട് നടക്കുക. അപ്പൊ അതുകൊണ്ടാണ് നാം എന്ത് ചെയ്തത്, ആ കപ്പലിന് ഓട്ടിട്ട് അത് ഈ കേടായത് കൊണ്ട് എന്താവും, ഇവര് പോവാതാവും. ഇത് നന്നാക്കാനുള്ള പണിയെ നോക്കും. പിന്നീട് അവർക്ക് പോവാൻ ചെയ്യാം. ഈ സമയത്ത് ഈ കൊള്ളക്കാർ പാസ് ചെയ്യുന്ന സമയം കഴിയുകയും ചെയ്യും. അപ്പൊ അതാണ് അവിടെ ഒന്നാമതായിട്ട് പറയുന്നത്. അപ്പൊ ഇപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, ഇതൊരു നല്ല കാര്യമായിരുന്നു മനസ്സിലായി. രണ്ടാമത്തതായി ഈ ബാലന്റെ കാര്യം. ബാലനെ കൊന്നു കളയാനുള്ള കാരണം, ആ ബാലനാകട്ടെ അവന്റെ മാതാപിതാക്കൾ സത്യവിശ്വാസികളായിരുന്നു. എന്നാൽ അവൻ അവരെ അതിക്രമത്തിനും വിശ്വാസത്തിനും നിർബന്ധിതരായി തീർക്കുമെന്ന് നാം ഭയപ്പെട്ടു. അതായത് ഈ കുട്ടി വലുതായി കഴിഞ്ഞാൽ ഈ മാതാപിതാക്കളെ ഉപദ്രവിക്കുകയും അതിക്രമകാരിയായിട്ട് മാറുകയും ഇയാൾ പറയുന്ന രീതിയിലൊക്കെ ചിലപ്പോൾ എത്താൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടും നാം എന്ത് ചെയ്തു, ഈ കുട്ടിയെ കൊന്നു കളഞ്ഞു. ഈ മൂന്നാമത് കാര്യം, അതിനാൽ അവർക്ക് അവരുടെ രക്ഷിതാവ് സ്വഭാവശുദ്ധിയിൽ മെച്ചപ്പെട്ടതായ നല്ലൊരു കുട്ടിയെ അവർക്ക് വീണ്ടും പ്രദാനം ചെയ്യും എന്നും നാം ആഗ്രഹിച്ചു. ഇനി ആ മതിലാണോ എങ്കിലോ അതൊരു പട്ടണത്തിലെ അനാഥരായ 2 ബാലന്മാരുടേതായിരുന്നു. അതിനു ചുവട്ടിൽ അവർക്കുള്ള ഒരു നിധി ഉണ്ടായിരുന്നു. അവരുടെ പിതാവ് ഒരു നല്ല മനുഷ്യരായിരുന്നു. അതിനാൽ അവർ ഇരുവരും യൗവനം പ്രാപിക്കുകയും എന്നിട്ട് അവരുടെ നിധി പുറത്തെടുക്കുകയും ചെയ്യണമെന്ന് താങ്കളുടെ രക്ഷിതാവ് ഉദ്ദേശിച്ചു. താങ്കളുടെ രക്ഷിതാവിന്റെ കാരുണ്യം എന്ന നിലയിലത്രേ അതൊന്നും എന്റെ അഭിപ്രായകരമല്ല ഞാൻ ചെയ്തത്. താങ്കൾക്ക് ഏത് കാര്യത്തിൽ ക്ഷമിച്ച് കഴിയാതിരുന്നുവോ അതിന്റെ പൊരുളാകുന്നു ഇത്. ഇതാണ് അതിന്റെ പൊരുൾ. അപ്പൊ ഇവിടെ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ, ഒരു അനാഥരായ ഒരു 2 ആളുകളുടെ വീടിന് പുറത്തുള്ള മതിലാണത്. അത് പൊളിഞ്ഞു വീണാൽ എന്താകും, ഈ നിധി പുറത്തേക്ക് കാണും. അതിന്റെ ഈ കുട്ടികളാണെങ്കിൽ ഈ കുട്ടികളെ പറ്റിച്ച് മറ്റുള്ളവർ എന്ത് ചെയ്യും, ഈ നിധി എടുത്ത് കൊണ്ടുപോവുകയും ചെയ്യും. അതേ സ്ഥാനത്ത് ഈ കുട്ടികൾ കുറച്ച് വലുപ്പം വെച്ചതിന് ശേഷമാണെങ്കിൽ ഈ കുട്ടികൾക്ക് തന്നെ എടുക്കുകയും ചെയ്യാം. അതുകൊണ്ടാണ് മതിൽ നന്നാക്കി കൊടുത്തതെന്ന് പറയാം. ഇപ്പൊ ഈ 3 കാര്യങ്ങൾ നമുക്ക് കേട്ടപ്പോൾ എന്തായി, കൃത്യമായി ചെയ്ത് വളരെ ശരിയാണെന്ന് മനസ്സിലായി അല്ലെ? കാരണം നമുക്ക് മുന്നോട്ടുള്ളത് എന്താണ് നാളെ സംഭവിക്കുക അല്ലെങ്കിൽ പിന്നീട് എന്താണ് സംഭവിക്കുക എന്ന് കൃത്യമായിട്ട് നമുക്ക് ആർക്കും അറിയില്ല. ഇതൊക്കെ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ഇദ്ദേഹം ചെയ്തത്. പക്ഷെ മൂസ നബിക്ക് ഈ മുന്നോട്ടുള്ള കാര്യം അറിയാത്തത് കൊണ്ട് തന്നെ എന്തായി, ഇത് തെറ്റായ നടപടിയായിട്ട് തോന്നി. അപ്പൊ ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഇതില് 2 പാർട്ടായിട്ടാണ് മറുപടി പറഞ്ഞത്. ഒന്ന് നിങ്ങളോട് ചോദ്യം എന്ന രീതിയിലും
രണ്ടാമത്തത് അതിന് ഉത്തരം എന്ന രീതിയിലും ഞാൻ പറഞ്ഞു. അതായത് ഒന്നാമതായിട്ട് നിങ്ങൾ ഈ വിഷയത്തെ എങ്ങനെ കാണും? ഈ കാര്യങ്ങൾ ഫസ്റ്റ് ചെയ്ത കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ തെറ്റായ നടപടിയായിട്ടാണ് തോന്നുന്നത്. രണ്ടാമതായപ്പോൾ എന്തായി, കൃത്യമായിട്ട് വളരെ ശരിയായിരുന്നു അത് ചെയ്തത് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു. ഇനി നമുക്ക് ഈ വിഷയത്തിലേക്ക് കടക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നിങ്ങൾ പറയുന്ന രീതിയിലാണെങ്കിൽ ഒരു ഒരു കുട്ടിയെ ഒരാൾ പീഡിപ്പിക്കാൻ പോകുന്ന സമയത്താണോ, അതല്ലെങ്കിൽ പീഡിപ്പിച്ച് കഴിഞ്ഞിട്ടാണോ, അതല്ല ഇയാൾ പീഡിപ്പിക്കാൻ ഉദ്ദേശിക്കും മുമ്പാണോ ഇയാൾക്ക് ശിക്ഷ കൊടുക്കേണ്ടത്? ദൈവം ശിക്ഷിക്കണമല്ലോ, ഇയാളെ തടയണമല്ലോ. ഒന്നെങ്കിൽ ഈ പീഡനം നടക്കുന്ന സമയത്താവണം, അതല്ലെങ്കിൽ പീഡനത്തിന് മുമ്പായിരിക്കണം, അതല്ലെങ്കിൽ പീഡനത്തിന് ശേഷമായിരിക്കും. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായിട്ട് പറഞ്ഞാൽ അതിന്റെ രീതിയിൽ നമുക്ക് മറുപടി പറയും. ഇത് മൂന്നാണെങ്കിൽ തന്നെ ദൈവത്തിന് നീതിമാൻ എന്ന ആ ഒരു ആട്രിബ്യൂട്ട് ഇല്ലാതാവും. കാരണം ദൈവം ഇവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഫ്രീ വില്ല് കൊടുത്തിട്ടുണ്ട്. ചെയ്യാനും ചെയ്യാതിരിക്കാനും അയാൾക്ക് സാധിക്കും. അത് അയാള് ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിലല്ല, അയാൾക്കത് നിന്ന് വിട്ടു നിൽക്കാനുള്ള ഒരു ചിന്താശേഷി മനുഷ്യർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു പരീക്ഷണമാണ്. ദൈവത്തിനറിയാം ഇവൻ എന്ത് ചെയ്യും എന്ത് ചെയ്യില്ല എന്നുള്ളത്. ഇവൻ ചെയ്യാത്ത ഒരു പ്രവൃത്തിക്ക് ഒരിക്കലും ദൈവം ഒരിക്കലും ശിക്ഷ കൊടുക്കില്ല. ഇപ്പൊ ഖുർആനിൽ ഇതേ അധ്യായത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും, കർമ്മങ്ങളുടെ രേഖ വെക്കപ്പെടും. അതായത് പരലോകത്ത് കർമ്മങ്ങളുടെ രേഖ വെക്കപ്പെടും. അപ്പോൾ കുറ്റവാളികളെ അതിലുള്ളതിനെ പറ്റി ഭയവിഹ്വലരായി നിലയിൽ നിനക്ക് കാണാം. അവർ പറയും, അയ്യോ ഞങ്ങൾക്ക് നാശം, എന്തൊരു രേഖയാണ്, ചെറുതോ വലുതോ ആയ ഒന്നും തന്നെ അത് കൃത്യമായി രേഖപ്പെടുത്താതെ വിട്ടുകളയുന്നില്ലല്ലോ. തങ്ങൾ പ്രവർത്തിച്ചതൊക്കെ രേഖയിൽ നിലവിലുള്ളതായി അവർ കണ്ടെത്തും. രക്ഷിതാവ് യാതൊരാളോടും നീതി കാണിക്കില്ല. അതായത് നീതിമാനാണ് എന്ന് കൃത്യമായിട്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് എന്താ വെച്ചാൽ, ഈ ഈ ഒരു ഐഹിക ജീവിതം എന്നുള്ളത് ഇവിടെ പൂർണ്ണമായ ഒരു നീതി നമുക്ക് ഒരിക്കലും കിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് നോക്കാം, ഒരു കുട്ടി പീഡിപ്പിക്കപ്പെട്ടു. അങ്ങനെ ഈ പീഡിപ്പിക്കപ്പെട്ട കുട്ടി മരണപ്പെട്ടു. ഈ പ്രതിയെ നമ്മൾ പിടിച്ചു. എന്താണ് ഈ കുട്ടിക്കുള്ള നീതി ഇവിടെ? എന്ത് നീതിയാണ് നിങ്ങൾ നടപ്പാക്കുന്നത്? അവിശ്വാസികളോടുള്ള എന്റെ ചോദ്യമാണിത്. നിങ്ങൾക്ക് ഉത്തരമുണ്ടോ? ഒരു അവിശ്വാസിക്കും ഉത്തരവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പൂർണ്ണമായ ഒരു നീതി ഈ ഐഹിക ജീവിതത്തിൽ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ഈ ആളെ പ്രതിയെ കിട്ടി കയ്യിൽ കിട്ടിയാൽ പോലും നിങ്ങൾക്ക് എന്ത് നീതിയാണ് ഇവിടെ നടപ്പാക്കാൻ കഴിയുക? ഏറി വന്നാൽ ഇയാളെ കൊല്ലാൻ കഴിയും. ഈ കുട്ടി വേദനിച്ച ഈ വേദനകളൊക്കെ ഇയാൾക്ക് കൊടുക്കാൻ കഴിയുമോ? ഇല്ല. അതൊരു പുരുഷനാണ്, ഇതൊരു സ്ത്രീയാണ്. ഇനി പുരുഷനുമാവട്ടെ, അല്ലെങ്കിൽ സ്ത്രീയുമാവട്ടെ, ഇങ്ങനെയുള്ള പല വിഷയങ്ങളും, കൊലപാതകം മറ്റും എന്തുകൊടുത്തോന്നും എന്ത് നീതിയാണ് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുക? മരിച്ച ഈ വ്യക്തിക്ക് എന്ത് നീതി കൊടുക്കാൻ കഴിയും? അയാൾക്ക് ജീവൻ കൊടുക്കാൻ കഴിയുമോ? അവിശ്വാസികളായിട്ടുള്ള ആളുകളോട് ഞാൻ ചോദിക്കുന്നു, ഈ കുടുംബത്തിനാണോ പിന്നെ നീതി കിട്ടേണ്ടത്? കുടുംബത്തിന് എന്ത് നീതിയാണ് കിട്ടേണ്ടത്? ഇതിൽ തങ്ങളുടെ ഒരു ജീവൻ നഷ്ടപ്പെട്ടു, തങ്ങളുടെ ഒരു കുടുംബക്കാരനായിട്ടുള്ള ഒരു ആളുടെ ജീവൻ, മകനോ മകളുടെയോ അല്ലെങ്കിൽ അച്ഛന്റെയോ അമ്മയുടെയോ സഹോദരന്റെയോ ഒരു ജീവൻ നഷ്ടപ്പെട്ടു. എന്താണ് അവർക്ക് കിട്ടാൻ? ആളെ കൊല്ലുക എന്നുള്ളത് കൊണ്ട് നീതി കൃത്യമായൊരു നീതിയാവും? അതെല്ലാ കാലത്തും ഈ ആളുടെ മരണം വരെ ഇയാളെ അലട്ടിക്കൊണ്ടിരിക്കില്ലേ? അപ്പോൾ ഇവിടെ കൃത്യമായ ഒരു നീതി നടപ്പിലാക്കാൻ കഴിയില്ല. ഇപ്പൊ ഒരാള് 10 ആളെ കൊന്നു, എന്ത് നീതി? നീതിയാണെങ്കിൽ എന്ത്? നമ്മൾ പറയുന്ന നീതിയാണെങ്കിൽ 10 പ്രാവശ്യം ഇയാളെ കൊല്ലണ്ടേ? 100 ആളെ കൊന്ന ആളുകളുണ്ട്, 1000 ആളുകളെ കൊന്ന ആളുകളുണ്ട്, ലക്ഷക്കണക്കിന് ആളുകളെ, കോടിക്കണക്കിന് ആളുകളെ കൊന്ന ആളുകളുണ്ട്. ഇവർക്കൊക്കെ എന്താണ് നമ്മൾ ശിക്ഷ കൊടുക്കുക നിയമത്തിന് മുമ്പിൽ കിട്ടിയാൽ? അപ്പൊ ഇതിനൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മറുപടി പറയണം എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇതാണ് മറ്റതിൽ കൃത്യമായിട്ട് ഞാൻ മറുപടി പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. കാരണം ഇതാണ് അതിന്റെ മറുപടി. കാരണം ഇവിടെ ഒരു നീതിമാനാണ് ദൈവം, കാരുണ്യവാനുമാണ്, നീതിമാനുമാണ്, മറ്റു പല വിശേഷണങ്ങളും ദൈവത്തിനുണ്ട്. അപ്പൊ ഒന്നിനെ എഗെയിൻസ്റ്റ് അല്ല, ഇവിടെ കൃത്യമായിട്ട് നീതിമാനായതുകൊണ്ടാണ് ഞാനും നിങ്ങളൊക്കെ ഇവിടെ ഓരോ തെറ്റുകൾക്കും അവൻ ചെയ്യുന്നതിന് മുമ്പ് ശിക്ഷിച്ചു കഴിഞ്ഞാൽ എന്താവും? അത് നീതിയല്ലാതാവും. അവൻ ചെയ്യാത്തൊരു പ്രവൃത്തിയെ അവൻ എന്തിനു തടുക്കണം? ഇവൻ ചെയ്യുമെന്നറിയാം എന്നുള്ളത് കൊണ്ട് ഇവനെ തടുത്താൽ തന്നെ, ഇപ്പൊ നേരത്തെ നമ്മൾ കണ്ടില്ലേ, ആ ഒരു ബാലനെ കൊന്നു കളഞ്ഞു. ആ കൊന്നു കളഞ്ഞു എന്ന് മാത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്താവും? അത് തെറ്റായ നടപടിയായിരിക്കും.
അപ്പൊ ഇവിടെ ഈ കുട്ടി രക്ഷപ്പെട്ടു. ഈ മരണപ്പെട്ടതുകൊണ്ട് ഈ ബാലൻ എന്തായി? സ്വർഗത്തിലായി. കാരണം ഈ കുട്ടിക്ക് പ്രത്യേകിച്ച് തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല. ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ചെയ്തത്. ഇയാളെ കൊന്നു കളഞ്ഞത്. മാതാപിതാക്കൾക്ക് എന്തായി? നല്ലൊരു വേറൊരു കുട്ടിയെ കിട്ടുകയും ചെയ്യും. മറ്റേതും അതേപോലെ തന്നെ. ഇങ്ങനെയാണ് സംഭവങ്ങൾ നമ്മൾ. നമുക്ക് കൃത്യമായിട്ട് അറിവില്ലാത്ത ഒരു വിഷയത്തിൽ നമ്മൾ എന്തിന് തർക്കിക്കണം, അല്ലെങ്കിൽ അതുകൊണ്ട് ദൈവമില്ല എന്ന് ഒരു കാരണമായിട്ട് മുന്നോട്ട് വെക്കേണ്ട. അത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ദൈവത്തിന്റെ എല്ലാ വിധ ബഹുമാനത്തോട് കൂടി പറയാണ്, കൃത്യമായിട്ട് ഈ വിഷയങ്ങളൊക്കെ ഒന്നും പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും ഇതിൽ മറുപടി കണ്ടെത്താനും കഴിയും. ഇതുപോലെ പല എത്തിസ്റ്റ് ആയിട്ടുള്ള, ഇപ്പം നമുക്ക് തന്നെ അറിയാവുന്ന ഒരു എത്തിസ്റ്റ് ഉണ്ട്. അദ്ദേഹം ചെറുപ്പത്തിൽ ഇതേപോലെ തന്നെ തന്റെ മാതാവിനെ പീഡിപ്പിക്കുന്നതായിട്ട് കണ്ട് വളർന്ന ആളാണ്. പിതാവ് എന്നും മദ്യപിച്ചു വരികയും എന്നിട്ട് മാതാവിനെ പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന, വളരെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്ന രീതിയൊക്കെ കാണുന്ന സമയത്ത് ഇദ്ദേഹം ചിന്തിക്കുകയാണ്, ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇതൊന്നും തടുക്കുന്നില്ല. പിന്നീട് അയാൾ അവിശ്വാസിയായിട്ട് വരികയും പിന്നീട് ഖുർആൻ വായിക്കുന്ന സമയത്ത് ഇദ്ദേഹം മുസ്ലിമായിട്ട് മാറുകയൊക്കെ ചെയ്യുന്ന ചരിത്രം നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. ആ ഒരു വീഡിയോ, ഞാനൊരു ചെറിയ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ ഇത് വിധി വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അത് കൃത്യമായിട്ട് ഇന്നത് കാരണമാണ്, നാളെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നാളെ ഞാൻ നിങ്ങളെ അടിക്കും എന്നുള്ളത് കൊണ്ട് ഇന്ന് ഒരിക്കലും ഒരു കോടതിയും എന്നെ ശിക്ഷിക്കില്ല. ഞാൻ ആ പ്രവൃത്തി ചെയ്തതിന് ശേഷമായിരിക്കും കോടതി എന്നെ ശിക്ഷിക്കുക. അപ്പൊ ഇവിടെ ഈ പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ എന്താകും? അപ്പൊ തന്നെ ശിക്ഷ കൊടുക്കുക എന്നുള്ളത്, എന്ത് ശിക്ഷ? ഈ ഭൗതികപരമായിട്ട് എന്ത് ശിക്ഷയാണ് നമുക്ക് കൊടുക്കാൻ കഴിയുക? ഇന്ന് കോടതി ആവട്ടെ, അല്ലെങ്കിൽ എന്തുമാവട്ടെ, എന്ത് ശിക്ഷയാണ് നമുക്ക് ഈ കുടുംബത്തിനോ ആ കുട്ടിക്കോ നീതി കിട്ടാനുള്ള ശിക്ഷ? എന്നാൽ പരലോകത്താവട്ടെ കൃത്യമായ നീതി, ഈ കുട്ടിക്കുള്ള നീതിയും ഇയാൾക്കുള്ള ശിക്ഷയും കൃത്യമായിട്ട്, 100 ആളെ കൊന്നോ 1000 ആളെ കൊന്നതാണെങ്കിൽ, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളെ കൊന്നതാണെങ്കിൽ അതിന് അനുസരിച്ചുള്ള ശിക്ഷ അവിടെ കിട്ടുകയും ഈ യുക്തിമായിട്ടുള്ള ആൾക്കുള്ള കൃത്യമായ നീതിയും അവിടെ നടപ്പാക്കുകയും ചെയ്യും. ഒരു ചെറിയൊരു ഡ്യൂറേഷൻ ആയിട്ടുള്ള കാലഘട്ടത്തിൽ മാത്രമാണ് നമ്മൾ ഇവിടെ ജീവിച്ചു പോകുന്നത്. എന്നാൽ അനശ്വരമായ ജീവിതത്തിൽ പോകുന്ന സമയത്താണ് കൃത്യമായ നീതി നമുക്ക് ലഭ്യമാകുക എന്നുകൂടി മനസ്സിലാക്കുക. ഇതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. താങ്കൾക്ക് ഈ വിഷയത്തിൽ മറുപടിയായി എന്ന് വിചാരിക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എന്നെ ബന്ധപ്പെട്ട് സംസാരിക്കാൻ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ട്, എൻ്റെ ഫോൺ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കാം. വാട്സപ്പിലോ അല്ലെങ്കിൽ കോൾ ചെയ്തിട്ടോ നമുക്ക് ഇരുന്നൊന്ന് സംസാരിക്കാം, നേരിട്ടോ അല്ലെങ്കിൽ ഫോണിലോ. ഈ വിഷയത്തിൽ കൂടുതൽ വിഷയങ്ങൾ വേണമെങ്കിൽ നമ്മൾ സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.